ഇപ്പോഴത്തെ ഗവർണർ മുൻ ഗവർണറെ അപേക്ഷിച്ച് കാര്യങ്ങൾ കുറച്ചും കൂടി സമചിത്തതയോടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. ഇനി അദ്ദേഹം തന്നെ ഞങ്ങളോട് പറഞ്ഞു, വളരെ കുട്ടിപ്രായത്തിലെ RSS ആയിട്ട് അടുത്ത് പ്രവർത്തിക്കുകയും ശാഖാ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുത്തിരുന്ന ഒരാളാണെന്നുള്ളത്. ആ രാഷ്ട്രീയം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കാം. പക്ഷേ ഞങ്ങളോടുള്ള പെരുമാറ്റത്തിൽ അദ്ദേഹം ആ രാഷ്ട്രീയം കാണിച്ചിട്ടില്ല. വളരെ കോർഡിയലായിട്ടാണ് അദ്ദേഹം പെരുമാറിയത്. പരസ്പര ബഹുമാനത്തോടെ പെരുമാറാന്ന് പറയുന്നത് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പാണ് ഗവർണറും, അതായത് ചാൻസലർ എന്ന് പറഞ്ഞാൽ ഗവർണറാണല്ലോ, ഗവർണറും ഗവൺമെൻറ്റും തമ്മിൽ ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പാണ് വേണ്ടത്. മുൻപത്തെ ഗവർണറുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു സമീപനം ആയിരുന്നില്ല. ഒരു കീഴ്നിലയിലുള്ള ആളുകളോട് പെരുമാറുന്ന സമീപനമായിരുന്നു. ഇദ്ദേഹം അതിൽ നിന്ന് വ്യത്യസ്തമാണ്. അനുഭവത്തിൽ അങ്ങനെയാണ് കണ്ടത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഇതിൽ ഒപ്പുവെച്ച് തരുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, ഞങ്ങൾ സംസാരിക്കാൻ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, പണം മുടക്കുന്ന ഗവൺമെൻറ്റുകൾക്ക് തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ ഒരു സേ ഉണ്ടായിരിക്കണം എന്ന അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞത്. ടീച്ചർ അത് പഴയ ഗവൺമെൻറ് കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിനും ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ എന്നതിലേക്ക് ടീച്ചറിനും ഒരു റിലീഫാണോ പുതിയ ഗവർണർ വന്നത്? കാരണം പഴയ ഗവർണറുമായിട്ട് ഒരു കോൺസ്റ്റന്റ് ആയ കൺഫ്രണ്ടേഷൻസ് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും എല്ലാ ദിവസവും പ്രസ്ഥാനങ്ങളുണ്ട്. അതിന് തന്നെ കുറെ സമയം ചെലവാക്കേണ്ട സ്ഥിതി ഉണ്ടായിരുന്നു. ഞാൻ വളരെ വേഗതയിൽ തന്നെ ഞങ്ങളുടെ ഓഫീസ്, നമ്മുടെ ഓഫീസും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലും ഒക്കെ വളരെ ഏകോപിതമായ നിലയിൽ അതിവേഗതയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയ ഒരു അനുഭവമാണുള്ളത്. അതിനിടയിൽ ഒരു കല്ലുകടി പോലെയാണ് ഈ പ്രസ്താവനകൾ വരുന്നത്. അതായത് നമ്മളെ പത്രങ്ങളാണെങ്കിൽ രണ്ടറ്റവും കത്തിച്ച് നടുക്ക് പിടിക്കാനുള്ള ജാഗ്രത നല്ലപോലെ പുലർത്തിയിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹം പറയുക, പിന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് അതിന് മറുപടി എടുക്കുക, ഇത് തന്നെയായിരുന്നു ഒരു കാലത്തെ ഒരു രീതി. അത് വലിയൊരു നമുക്ക് സമയനഷ്ടം, ഊർജനഷ്ടം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. മുൻ ഗവർണർ എങ്ങനെയായിരുന്നു സംസാരത്തിലൊക്കെ? അത് ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ഒരു ഉയർന്ന തലത്തിലുള്ള ആളുകളും നമ്മളൊക്കെ എന്നോട് ആദ്യം കാണുമ്പോൾ തന്നെ അദ്ദേഹം എന്തോ പ്രിജുഡിസ് വെച്ചിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി, നമ്മളോടൊക്കെ ഇൻട്രാക്ട് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ആളുകളെ എന്തുകൊണ്ടോ. പിന്നെ അദ്ദേഹത്തിന്റെ നിലപാടിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നു. പറയുന്നത് ശ്രദ്ധിക്കില്ല എന്നുള്ളതാണോ? പറയുന്നത് ശ്രദ്ധിക്കില്ല, അംഗീകരിക്കില്ല എന്നുള്ളതായിരുന്നു. അദ്ദേഹം ഏകപക്ഷീയമായിട്ട് പറയുന്നത് ഞങ്ങൾ കേൾക്കലായിരുന്നു പതിവ്. അത് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളവര് ഫീഡ് ചെയ്യുന്നതായിരിക്കാം. കാരണം അദ്ദേഹത്തിന് മലയാളം അറിയില്ലല്ലോ. അപ്പൊ നമ്മൾ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്നൊക്കെ തെറ്റിദ്ധരിപ്പിക്കാലോ. പിന്നെ പത്രക്കാരോ, പിന്നെ ഇപ്പോൾ ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന പരിഷ്കാരങ്ങളിൽ അത്ര സന്തോഷമില്ലാത്ത, അതിൽ ഒരു എന്താ പറയുക, പ്രയാസമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. അങ്ങനെ ഒരു ഗ്രൂപ്പും അദ്ദേഹത്തിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ടുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മിസ്ലീഡ് ചെയ്യുന്ന ആളുകൾ. പക്ഷേ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം തന്നെ ഞങ്ങളോട് പറഞ്ഞു, ഞാനങ്ങനെ ആരും പറയുന്നത് എടുക്കുന്നുമില്ല, ഞാനങ്ങനെ മാധ്യമങ്ങളിൽ അഭിരമിക്കുന്ന ആളുമല്ല, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ശരിയായ രീതിയിൽ മുന്നോട്ട് പോകാം എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറയാൻ, എനിക്ക് എൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുള്ളതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറയണതിൻ്റെ അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല. അത് എല്ലാവർക്കും പറയണമല്ലോ നമ്മുടെ ജനാധിപത്യ രാജ്യത്ത്. പക്ഷേ വലിയ രീതിയിൽ ഒരു സർക്കാരിനെ ഇകഴ്ത്തി കാട്ടുന്ന സമീപനം ഒരിക്കലും ഒരു ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല. മുഖ്യമന്ത്രിയെ ക്രിമിനൽ എന്ന് വിളിക്കുക, എന്നെ ക്രിമിനൽ എന്ന് വിളിക്കുക, എല്ലാ മന്ത്രിസഭാംഗങ്ങളും ക്രിമിനലുകളാണെന്ന് പറയുക, അതൊക്കെ വേറെ എവിടെയും ഈ രാജ്യ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ ഭാഗത്തുനിന്ന് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും അങ്ങോട്ട് പ്രൊവോക്ക് ആക്ഷൻസ് ഉണ്ടായിട്ടില്ല. ഒരു ആക്ഷനും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ പരമാവധി സംയമനം പാലിച്ച് പരമാവധി സൂക്ഷിച്ചാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. പ്രൊവോക്ക് ചെയ്യപ്പെടേണ്ട പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടും ആരും മറുപടി പറഞ്ഞിട്ടില്ല. ഈ ആ അനുഭവത്തിൽ നിന്നാണെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ ഗവർണർ വന്നതിന് ശേഷം എല്ലാ മന്ത്രിമാരും വളരെ കോടിയലായിട്ട് രാജ്ഭവനിൽ പോകുന്നു, കാര്യങ്ങൾ ഞങ്ങൾ നേരത്തെയും കോടിയലായിട്ട് തന്നെയാ പോയിട്ടുള്ളത്.
പക്ഷെ അന്ന് ഗവർണർ പറഞ്ഞിരുന്നത് നിങ്ങളാരും കാണുന്നില്ല, വരുന്നില്ല, കാര്യങ്ങൾ ഞങ്ങൾ ആവശ്യമുണ്ടെങ്കിലല്ലേ രാജ്ഭവനിൽ പോകണ്ടു. ഇപ്പോഴും ഞങ്ങൾ ഒരു പ്രാവശ്യമേ പോയിട്ടുള്ളൂ, ഞാനൊരു പ്രാവശ്യമേ പോയിട്ടുള്ളൂ. ആ സന്ദർഭത്തിൽ ആവശ്യമുള്ള സമയത്തല്ലേ നമ്മൾ പോകേണ്ട കാര്യമുള്ളൂ. പക്ഷെ അവിടെ ചെന്നാൽ ഒരു ഫ്യൂഡൽ ഓവർലോഡ് സംസാരിക്കുന്ന പോലെയാണ് അദ്ദേഹം സംസാരിക്കുക. ആ ടീച്ചർ മറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഇതുമായിട്ടൊന്നും ബന്ധമില്ലാത്ത. തൃശ്ശൂരിനെ സംബന്ധിച്ച് പല കാര്യത്തിലും ആദ്യത്തെ വനിതയാണ് ടീച്ചർ. അത് തൃശ്ശൂരിന്റെ ആദ്യത്തെ വനിതാ മേയറാണ്, ഇരിങ്ങാലക്കുടയുടെ ആദ്യത്തെ വനിതാ MLA ആണ്, തൃശ്ശൂരിന്റെ ആദ്യത്തെ വനിതാ മന്ത്രിയാണ്. ഈ ആദ്യത്തെ വനിത എന്ന ഒരു പൊസിഷൻ വരുന്നത് ഏതെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ, അതോ അതൊരു ദുർഘടമാക്കുകയാണോ ചെയ്യുന്നത്? അത് അങ്ങനെ സ്ത്രീ പുരുഷൻ എന്നുള്ള ഒരു രീതിയിൽ വളർന്ന ഒരാളല്ല ഞാൻ. കുട്ടിക്കാലം മുതൽ 2 ചേട്ടന്മാരാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു അതൊക്കെ അവരോടൊപ്പം ചെയ്ത് വളർന്നതാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു വനിത എന്നുള്ള നിലയ്ക്ക് ഇന്നത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ എന്നാൽ അതേസമയം തന്നെ കടുത്ത പുരുഷ മേധാവിത്വ മൂല്യങ്ങൾ നിലനിൽക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഞാൻ മേയറൊക്കെ ആയിരിക്കുമ്പോൾ ഒരുപാട് പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും ഒക്കെ അതിജീവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിന് പ്രധാനമായിട്ടും കാരണം ഞാനൊരു വനിതയാണ് എന്നുള്ള കാര്യം തന്നെയായിരുന്നു. അതിൻ്റെ പേരിൽ ഒരുപാട് അധിക്ഷേപം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. നല്ല നല്ല പദ്ധതികൾ നമ്മൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് സ്വീകരിക്കപ്പെടാതിരിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് അട്ടിമറിക്കുന്നതിന് വേണ്ടി ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് തൃശ്ശൂർ പോലുള്ള ഒരു പട്ടണത്തിൻ്റെ കേന്ദ്രത്തിൽ വലിയ രീതിയിലുള്ള ഒരു മേധാവിത്വ കൺസോളിഡേഷനുള്ള ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ആ സന്ദർഭത്തിലൊക്കെ ഈ പുരുഷ മേധാവിത്വ മൂല്യങ്ങളുടെ ഒരു ആഘാതശേഷി നല്ലതുപോലെ തിരിച്ചറിയാൻ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഇപ്പം നിങ്ങൾ പറഞ്ഞത് ശരി തന്നെ, ആ നിലയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ ഏതെങ്കിലും ഒരു മേഖലയിൽ സ്ത്രീ എന്നുള്ള നിലയ്ക്ക് മാറി നിൽക്കാൻ ശ്രമിച്ചിട്ടില്ല. പരമാവധി എൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്യാൻ തന്നെയാണ് ശ്രമിച്ചിട്ടുള്ളത് ആദ്യം മുതൽ.